ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലുബു വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് കറിൻ്റെ റെസിപ്പി ആയിട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ 1 കിലോ ബീഫ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകപ്പൊടി കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു 4 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബീഫിക്ക് നമ്മൾ 1 ടീസ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തോട് കൂടി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, നമസ്കാരം.